സംസ്ഥാനത്ത് ഇപ്പോൾ കൂണുപോലെയാണ് തട്ടിപ്പ് സംഘങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നിക്ഷേപകരുടെ പണം വൻതോതിൽ തിരിമറി നടത്തുന്നു എന്ന ആക്ഷേപം നേരിടുന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. നിക്ഷേപകരുടെ പണം തിരിമറി നടത്തുന്നു എന്ന ആക്ഷേപം നേരിടുന്ന 5 മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് കേരള ഹൈക്കോടതിയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ 5 മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്കെതിരായ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഇപ്പോൾ കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെയും CBIയുടെയും വിശദീകരണം തേടിയിരിക്കുകയാണ്. ഇതിൽ ഒരു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം നിലവിൽ തന്നെ ഒരു CBI അന്വേഷണം നേരിടുന്നുണ്ട്. ഈ അവസരത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു ഇടപെടലുമായി ഹൈക്കോടതി കടന്നു വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സഹകരണ വകുപ്പിന് കീഴിലുള്ള സഹകരണ സംഘങ്ങളെയും ബാങ്കുകളെയും ഭൂതത്താൻ കണ്ണാടി വെച്ച് പരിശോധിക്കുന്ന EDയും CBIയും അടങ്ങുന്ന കേന്ദ്ര ഏജൻസികൾ ഇത്തരം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളോട് ഒരു മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപം നിലവിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ അവസ്ഥയിലാണ് ഈ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നത് എന്നത് നിർണായകമാണ്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഇത് സംബന്ധിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലെ ഫണ്ട് തിരിമറി, CBI അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടി. മലപ്പുറം ജില്ലയിലെ തണലൂർ സ്വദേശിയായ അനൂപ് സമർപ്പിച്ച ഹർജിയിലാണ് ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം അന്വേഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഹർജിയിൽ കുറ്റാരോപിതരായി നിർത്തുന്ന 5 സഹകരണ സംഘങ്ങളുടെ പേരും ഈ വാർത്തയിൽ നൽകുന്നുണ്ട്. ഒന്നാമത്തേത് വിന്നേഴ്സ് റോയൽ വർഷ എന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘമാണ്. അതിനുശേഷം ജീവൻ ജ്യോതി, പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ്, സെൻട്രൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റ്, ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് എന്നീ സഹകരണ സംഘങ്ങൾക്കെതിരെയാണ് ഈ ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഭാരത് ലജ്ന ചെയർമാൻ പ്രേംകുമാറാണ് ഈ സ്ഥാപനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതെന്നും അതിൽ 3 സ്ഥാപനങ്ങളിൽ അംഗമായ ഹർജിക്കാരൻ കേന്ദ്ര സഹകരണ രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ഹർജിയിൽ പറയുന്നു. 13.5% പലിശയ്ക്ക് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് 22% പലിശയ്ക്ക് വായ്പ നൽകുന്നുവെന്നാണ് പ്രചാരണം. എന്നാൽ നിക്ഷേപം സ്വീകരിക്കൽ മാത്രമാണ് നടക്കുന്നതെന്നും വായ്പ നൽകുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിന്റെ വിശദാംശങ്ങൾ കൂടി ഇതിൽ നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്: കോഴിക്കോട് ഒരു നിക്ഷേപകനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നേരത്തെ പറഞ്ഞ പ്രേംകുമാറിനൊപ്പം ക്രൈംബ്രാഞ്ച് DYSPയും പ്രതിയാണ്. നടക്കാവ് പോലീസ് ഈ കേസ് അന്വേഷിച്ചു വരികയാണ്. പശ്ചിമ ബംഗാളിൽ രജിസ്റ്റർ ചെയ്ത പ്രൈഡ് എന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘത്തിനെതിരെ CBI അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർ കേരളത്തിൽ ശാഖ ആരംഭിച്ച വ്യാപകമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണ്. നിക്ഷേപങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് നിയമലംഘനമാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്: മരിച്ച വ്യക്തി ഓഡിറ്റർ എന്ന നിലയിൽ റിപ്പോർട്ട് ചമച്ചതായും CBI കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഹർജിയിൽ പറയുന്നു. അതായത് മരിച്ച വ്യക്തിയുടെ പേരിൽ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ ചരിത്രമുള്ള മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളാണ് കേരളത്തിലടക്കം പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതെന്നാണ് ഈ വാർത്തയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ കുറിച്ച് ഏതാനും നാളുകൾക്ക് മുമ്പ് രാജ്യസഭയിൽ ഒരു ചോദ്യം ഉയരുകയുണ്ടായി. അപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ പറയുന്നത് രാജ്യത്ത് 1702 മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിൽ 100 എണ്ണം ഒഴികെ ബാക്കി 1602 മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളും ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് എന്നുമാണ്. ഈ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ യാതൊരു നിയന്ത്രണത്തിലും വരാത്തതുകൊണ്ട് തന്നെ കൃത്യമായ ഓഡിറ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ അവിടെ അരങ്ങേറുന്നില്ല എന്നൊരാക്ഷേപം സജീവമാണ്. അതോടൊപ്പം ഈ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കേണ്ട കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും ഒരു മൃദു സമീപനമാണ് ഇവരോട് സ്വീകരിക്കുന്നതെന്നത് വ്യക്തമാണ്. സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന സംസ്ഥാനത്തിന് കീഴിൽ വരുന്ന സഹകരണ സംഘങ്ങളെയും സഹകരണ ബാങ്കുകളെയും ഭൂതത്താൻ കണ്ടാനി ഉപയോഗിച്ചാണ് ED അടക്കമുള്ള ഏജൻസികൾ പരിശോധിക്കുന്നത്. പക്ഷെ ആ ഘട്ടത്തിൽ പോലും ഈ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളോട് ഒരു മൃദു സമീപനം എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും
എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഹൈക്കോടതി ഇടപെടൽ ഒരു CBI അന്വേഷണത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.